9th സ്റ്റാൻഡേർഡിലെ ഓണപരീക്ഷയോടൊപ്പം നമുക്ക് പഠിക്കേണ്ട പാഠങ്ങൾ ഇക്കായി 1 യൂണിറ്റ് ഇക്കായി 1 പഠിക്കേണ്ട പാഠങ്ങൾ 1 പുൽ ബനീതി മാ. ഒന്നാമത്തെ പാഠം പുൽ ബനീതി മാ. രണ്ടാമത്തെ പാഠം टीवी. മൂന്നാമത്തെ പാഠം പക്ഷി और दीमक. നാലാമത്തെ പാഠം വീണ്ടും टीवी തന്നെയാണ്. അത് കഹാനി. ആദ്യത്തെ പാഠം കഹാനി കവിത. എഴുതിയത് നരേന്ദ്ര കുണ്ടരി. രണ്ടാമത്തെ പാഠം टीवी. അത് പട്കഥയാണ്. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. മൂന്നാമത്തെ പാഠം പക്ഷി और दीमक कहानी. നാലാമത്തെ പാഠം टीवी. അവൻ കഹാനി. അതില് നാലാമത്തെ പാഠം എന്ന് പറയുന്നത് അതിരിക്ക് വാചം കേറി പഠിക്കാൻ വേണ്ടി വായിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ആദ്യത്തെ പാഠം കവിതയാണ്. പുൽ ബനീതി മാ കവിത. ഈ കവിത എഴുതിയത് നരേന്ദ്ര കുണ്ടരി. കവിത എഴുതിയത് നരേന്ദ്ര കുണ്ടരി. നോക്കാം നമുക്ക്. പാഠത്തിന്റെ പേര് പുൽ ബനീതി മാ. പുല്ല് എന്ന് പറഞ്ഞാൽ അർത്ഥം പാല്. പാല്. ബനീതി ആയിരുന്നു. മാ അമ്മ. അമ്മ. അമ്മ ഒരു കാലഘട്ടത്തില് ഒരു കുടുംബത്തിന്റെ പാലമായിരുന്നു. അമ്മയുടെ മഹിമ, അമ്മയുടെ മഹത്വം, സ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്ന, അമ്മയിൽ നിന്ന് എന്തൊക്കെയാണ് ഒരു മക്കൾക്ക് കിട്ടേണ്ടത് അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗമാണ് 9ാം സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ പാഠം. പാഠത്തിന്റെ പേരറിയാം, പുൽ ബനീതി മാ. കവിതയാണ്. കവിയുടെ പേര് നരേന്ദ്ര കുണ്ടരി. കവിത പുൽ ബനീതി മാ. ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്ഥാനം വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് കവി നരേന്ദ്ര കുണ്ടരി ഈ പാഠഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത്. എന്താണെന്ന് നോക്കാം. മക്കളുടെ ജീവിതത്തിൽ अपने बच्चों के जीवन में അവരുടെ കുട്ടികളുടെ ജീവിതത്തില് बच्चों के जीवन में അമ്മയുടെ സ്ഥാനം, മാതാക്ക സ്ഥാനം, അമ്മയുടെ സ്ഥാനം വ്യക്തമാക്കുന്ന നരേന്ദ്ര കുണ്ടരിക്കിന്റെ കവിത പുൽബനീതി മാം. അപ്പൊ പുൽബനീതി മാം അതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം എന്താണ്? മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്ഥാനം. അമ്മയുടെ സ്ഥാനം എന്താണ്? നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, അമ്മ എന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവമാണ്. ആ കാണപ്പെട്ട ദൈവമായ അമ്മയെ, ആ അമ്മയുടെ സ്നേഹം, അമ്മയുടെ മഹിമ, അമ്മയുടെ മഹത്വം അത് പറഞ്ഞു തരുന്ന ഒരു കവിതാ ഭാഗമാണ് നാം പഠിക്കുന്ന കവിത പുൽബനീതി മാം. കവിയുടെ പേര് നമ്മുടെ മനസ്സിലകത്തുണ്ട്, നരേന്ദ്ര കുണ്ടരി. എന്താണ് ഇതിന്റെ ധ്യേയം? ഈ കവിതാക്ക ലക്ഷ്യം എന്താണ്? ഈ കവിതയുടെ ഉദ്ദേശം മക്കളുടെ ജീവിതത്തിൽ अपने बच्चों के जीवन में मां की, माता का स्थान व्यक्त करने वाली एक कविता है पुल्बनീതി മാം.
താങ്കളുടെ മക്കളുടെ ജീവിതത്തില് അമ്മയ്ക്കുള്ള സ്ഥാനം അത് പ്രകടമാക്കലാണ് ഈ കവിതയുടെ ഉദ്ദേശം. ഇനി അത് അത്രയും ഉള്ളടക്കമായിട്ട് നോക്കിക്കോളാം. നമുക്ക് എന്താണ് പുൽബനീതിമാൻ? പുല്ലെന്ന് പറഞ്ഞ അർത്ഥം പാലം, പുൽപാലം. ബനീതി അർത്ഥം ആയിരുന്നു. ആര്? അമ്മ. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അമ്മയുടെ മരണത്തിന് മുമ്പ് കുട്ടികളുടെ മക്കളുടെ ആ ജീവിതത്തില് അമ്മയുടെ സ്ഥാനം വ്യക്തമാക്കുന്ന നരേന്ദ്ര പുണ്ടരിക്ക് കവിതാകെ പുൽബനീതിമാം. ഇനി ആ പുൽബനീതിമാം എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് നോക്കാം. അല്ലാദ്യം ഒരു ഉള്ളടക്കം കൊടുത്തിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. മയ്യാക്കി ആയി വൃദ്ധാശ്രമസേ. ചിട്ടി. വൃദ്ധാശ്രമസേ ചിട്ടി. कैसा हो बेटा, कैसा हो बेटा. പാഠഭാഗം പുൽബനീതിമാൻ. ഏതോ ഒരു കാലഘട്ടം അമ്മയുടെ മഹിമ, അമ്മയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കവിത ശ്രീ നരേന്ദ്ര പുണ്ടരിക്ക് എഴുതി. കവിതയ്ക്ക് പേരിട്ടു പുൽബനീതിമാൻ. ഒരു കാലഘട്ടത്തില് അമ്മ മക്കൾക്ക് ഒരുതരം പാലമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ഒരു പാലമായിരുന്നു അമ്മ. അമ്മയാകുന്ന പാലത്തിലൂടെയാണ് ഒരു കുടുംബത്തിലെ സന്താനങ്ങളുടെ വരവും പോക്കും. ആ മക്കളുടെ ജീവിതത്തില് അമ്മയുടെ സ്ഥാനം എന്താണ്, അമ്മ എന്താണ്, അമ്മയുടെ സ്ഥാനം അത് വ്യക്തമാക്കുന്ന കവിതയാണ് പുൽബനീതിമാൻ. അത് പഠിക്കുന്നതിന് മുമ്പ് മയ്യാക്കിയായി. മയ്യ അർത്ഥം മാം. മയ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം മാം, അമ്മ. മയ്യാക്കിയായി വന്നു. അമ്മതൻ കണ്ട. മയ്യാക്കി ആയി വന്നു. അമ്മതൻ എന്തോന്ന്? വൃദ്ധാശ്രമസേ ചിട്ടി. വൃദ്ധാശ്രമത്തിൽ നിന്ന് ഒരു ചിട്ടി കത്ത്, ഒരു എഴുത്ത് വന്നു. എവിടെ നിന്ന്? വൃദ്ധാശ്രമസേ. അമ്മ ഇപ്പോ വൃദ്ധാശ്രമത്തിലാണ്. അമ്മയ്ക്ക് വാർദ്ധക്യം വന്നു. വാർദ്ധക്യം വന്നപ്പോ മക്കൾക്ക് ഉത്തരവാദിത്വം കൂടി. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്തു? അമ്മയെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവന്നാക്കി. വൃദ്ധാശ്രമത്തിലായിട്ട് കൂടി അമ്മ ഒരു കത്തെഴുതി. എന്താണ് അമ്മ അവിടെ നിന്ന് എഴുതിയത്? കൈസാ ഹോ ബേട്ട. വൃദ്ധാശ്രമത്തിലാണ് അമ്മ ഇപ്പോ. എന്താണ് വൃദ്ധാശ്രമത്തിലാക്കിയത്? അതൊക്കെ പിന്നീട് പഠിക്കാം. ആദ്യം 3 വരി. മയ്യാക്കിയായി വന്നു. എന്തോന്ന് വന്നു? അമ്മതൻ. അമ്മയുടെ കത്ത് എവിടെ നിന്ന്? വൃദ്ധാശ്രമത്തിൽ നിന്ന്. ആ വൃദ്ധാശ്രമത്തിൽ നിന്നാണ് കത്ത് വന്നെങ്കിലും അമ്മ ചോദിക്കുകയാണ്, സുഖമാണോ മോനെ? മോനെ നിനക്ക് സുഖമാണോ? അതേ അമ്മയ്ക്ക് അറിയേണ്ടി. എന്നാ അമ്മയെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവന്നാക്കിയതില് അമ്മയ്ക്ക് പരാതിയാകട്ടെ, അമ്മയ്ക്ക് പരിഭവമാകട്ടില്ല. ഒരു തരത്തിലുള്ള ശിക്കായത്ത്, ഒരു തരത്തിലുള്ള ദുഃഖം, ഒരു തരത്തിലുള്ള വേദന, ഒരു തരത്തിലുള്ള പീഡ മാംകോ നഹീഹേ. അബ് ഇപ്പോൾ അമ്മ വൃദ്ധാശ്രമമേയും പടാകുവാകെ. വൃദ്ധാശ്രമത്തിലാണ്. ആ വൃദ്ധാശ്രമത്തിലായതിന്റെ കൂടി അമ്മ ചോദിക്കുന്നു, ആ മയ്യാക്കിയായി
മയ്യാക്കിയായി വന്നു. എന്തോന്ന് വന്നു? അമ്മതൻ കത്ത്, അമ്മയുടെ കത്ത്. വൃദ്ധാശ്രമത്തിൽ നിന്ന് സുഖമാണോ മകനെ, സുഖമാണോ മോനെ. അതാണ് 3 വരിയുടെ അർത്ഥം. പാഠഭാഗം അറിയാം. പുൽവനി ഭീമ കവിതയാണ്. എഴുതിയത് കവിയുടെ പേര് നരേന്ദ്ര കുണ്ടലി. കവി ആദ്യമായിട്ട് ചോദിക്കുന്നു, മയ്യാക്കിയായി, മയ്യാക്കിയായി വൃദ്ധാശ്രമത്തെ ചിട്ടി കൈസാഹോ ബേട്ട. മയ്യാക്കിയായി വന്നു. എന്തോന്ന് വന്നു? അമ്മതൻ, അമ്മയുടെ കത്ത്. എവിടെ നിന്ന്? വൃദ്ധാശ്രമത്തിൽ നിന്ന്. അതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, പുത്രന്മാര് അവരുടെ സന്താനങ്ങള് വയസ്സായി പോയത് കൊണ്ട് അമ്മയെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവന്നാക്കി. വൃദ്ധാശ്രമത്തെ ചിട്ടി കത്ത് വന്നു. ചോദിക്കുന്നു, കൈസേഹോ, എപ്രകാരമാണ്? കൈസേഹോ, എപ്രകാരമാണ്? ബേട്ട, മോനെ, നിനക്ക് സുഖമാണോ? കൈസേഹോ ബേട്ട, എപ്രകാരമാണ്? സുഖമാണോ ബേട്ട. അവിടെ ഒരു ചോദ്യം വന്നു. മയ്യാക്കി ചിട്ടി കഹാൻസയായി, അമ്മയുടെ കത്ത് എവിടെ നിന്നാണ് വന്നത്? 1 മാർക്കിന്റെ ചോദ്യമാണ്. മയ്യാക്കി ചിട്ടി കഹാൻസയായി, മയ്യാക്കി ചിട്ടി വൃദ്ധാശ്രമസേ ആയി, വൃദ്ധാശ്രമസേ ആയി. മയ്യാക്കി ചിട്ടി കഹാൻസെ ആയി എന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം നമ്മൾ എന്തോ തരും? വൃദ്ധാശ്രമസയായി. മയ്യാക്കി ചിട്ടി ആ വൃദ്ധാശ്രമസയായി. അതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, അമ്മ ഇപ്പോ വൃദ്ധാശ്രമത്തിലാണ്. എന്തുകൊണ്ടാണ് അമ്മ വൃദ്ധാശ്രമത്തിൽ പോയി എന്നുള്ളത് ഇനിയെ നമ്മൾ നോക്കുള്ളൂ. വൃദ്ധാശ്രമസേ, അപ്പൊ മയ്യാക്കിയായി വൃദ്ധാശ്രമസേ ചിട്ടി കൈസേഹോ ബേട്ട. അതിന്റെ അർത്ഥം നമുക്കറിയാം. അമ്മയുടെ കത്ത് വന്നു. വന്നു അമ്മതൻ ചിട്ടി, വന്നു അമ്മതൻ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്ന്. എന്താണ് ചോദ്യം? സുഖമാണോ മോനെ. അമ്മയ്ക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. മോനെ, നിനക്ക് സുഖമാണോ? അമ്മയുടെ സുഖമോ അസുഖമോ, അമ്മയുടെ ദുരിതങ്ങളോ ദുഃഖങ്ങളോ മക്കൾ അറിയേണ്ട. പകരം അമ്മയ്ക്ക് അറിയേണ്ട ഒരേ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. മോനെ, നിനക്ക് സുഖമാണോ? അമ്മ എവിടെ നിന്നാണ് കത്തയക്കുന്നത്? വൃദ്ധാശ്രമസേ. ആരാണ് കത്തയക്കുന്നത്? മയ്യയാണ് കത്തയക്കുന്നത്. ആർക്കാണ് കത്തയക്കുന്നത്? അപ്പനെ ബേട്ടേക്കോ. ചോദ്യമായി ഉത്തരങ്ങളുമായി. അപ്പൊ കവിതയുടെ പേര് മറന്നില്ല. പുൽവനി ഭീമ. പുല്ലൻ എന്ന് പറഞ്ഞ അർത്ഥം പാലം. ആ പാലം എന്താണോ ഇനി പഠിക്കാൻ. പുൽവനി ഭീമ. ഇനി ആരാണെന്ന് അമ്മയെ കുറിച്ച് നമുക്കൊരു നിർവചനം കൊടുക്കണം. അതിരുകളില്ലാത്ത സ്നേഹവും വാത്സല്യവും നമുക്ക് ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാം, അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല. അതിരുകളില്ലാത്ത സ്നേഹം. അമ്മയുടെ വാത്സല്യത്തിന് അതിരുകളില്ല. ആ വാത്സല്യത്തിനോ സ്നേഹത്തിനോ അതിരുകളില്ലാതെ നമുക്ക് ലഭിക്കുന്നത്, സ്നേഹം നമുക്ക് ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അമ്മയുടെ സ്നേഹത്തിന്, അമ്മയുടെ വാത്സല്യത്തിന് കൃത്രിമതയില്ല. കൃത്രിമതയില്ല. അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് കവി പറയുന്നത്, അമ്മയുടെ സ്നേഹത്തിന്, അമ്മയുടെ വാത്സല്യത്തിന് അതിരുകളില്ല. അമ്മയിൽ നിന്നാണ് നമുക്ക് ആദ്യം, ആ അമ്മയിൽ നിന്നാണ് നമ്മുടെ ആദ്യ ഗുരു കിട്ടുന്നത്. അപ്പൊ അമ്മയാണ് നമ്മുടെ ആദ്യ ഗുരു. നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്നതും ഗുരുനാഥൻ എന്ന് വിളിക്കപ്പെടുന്നതും അമ്മ തന്നെയാണ്. അമ്മയല്ലാതെ മറ്റൊരു ദൈവവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്രയധികമാണ് അമ്മയുടെ അമ്മ. നമ്മുടെ ആദ്യ ഗുരുവാണ്. നമ്മുടെ ആദ്യ ഗുരു അമ്മ തന്നെയാണ്. തീർന്നില്ല. അമ്മയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ എല്ലാവരെയും സ്നേഹിക്കാനും നല്ല മനുഷ്യനായി ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. ആരാണോ അമ്മയെ സ്നേഹിക്കുന്നത്, ആരാണോ അമ്മയെ ബഹുമാനിക്കുന്നത്, ആരാണോ അമ്മയെ ഇഷ്ടപ്പെടുന്നത്, അവർക്ക് മാത്രമേ എല്ലാവരെയും, ഈ ലോകത്തുള്ള സകല ജനങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും സാധിക്കുകയുള്ളൂ. അതാണ് അമ്മയുടെ മഹിമ. അമ്മയുടെ മഹത്വത്തെ കുറിച്ച് കവി പറയുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. സീമാരഹിത. സീമാരഹിത അർത്ഥം അതിരില്ലാത്ത. സീമാരഹിത സ്നേഹം, प्यार और वात्सल्य हमको मां से मिलती है. मां से मिलने वाली प्यार और वात्सल्य को सीमा नहीं है. അതിരില്ലാത്ത, അതിർത്തിയില്ലാത്ത
അതിരുകളില്ലാത്ത സ്നേഹവും വാത്സല്യവും നമുക്ക് ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. നമ്മുടെ ഹമാരെ ആരാധ്യ ഗുരു, സബ്സെ പഹലാ ഗുരു, ആദ്യ ഗുരു ആര് തന്നെയാണ്? അമ്മ തന്നെയാണ്. അമ്മയാണ് നമ്മുടെ ആദ്യത്തെ ഗുരു. അമ്മയാണ് നമുക്ക് ആദ്യാക്ഷരം പറഞ്ഞു തരുന്നത്. അതാണ് അമ്മയുടെ മഹത്വം. അതുകൊണ്ട് ആരൊക്കെയാണോ മാങ്കോ അത്യധിക ആദർ കർത്തേക്ക് ഉസീകോവി ദൂസരോങ്കോ മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനും കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നാം പഠിക്കുന്ന പാഠഭാഗം പുൽബനീതിമാൻ കവിത എഴുതിയത് നരേന്ദ്ര പുണ്ടരിക്ക്. കവിതയുടെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നു പുല്ലെന്നുള്ള അർത്ഥം പാലം. മയ്യാക്കിയായി മയ്യാക്കിയായി അമ്മതൻ വന്നു അമ്മതൻ വൃദ്ധാശ്രമത്തെ ചിട്ടി കത്തു വന്നു. വൃദ്ധാശ്രമത്തിൽ നിന്ന് ചോദിക്കുന്നു കൈസേ ഹോ ബേട്ട, കൈസേ ഹോ ബേട്ട. എന്തുകൊണ്ടാണ് അമ്മ അത് ചോദിക്കാൻ കാരണം? അമ്മയുടെ മഹിമ, അമ്മയുടെ മഹത്വം, അതിരുകളില്ലാത്ത സ്നേഹവും അതിരുകളില്ലാത്ത വാത്സല്യവും നമുക്ക് ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. നമ്മുടെ ആദ്യ ഗുരുവായ അമ്മ ആർക്കും മക്കളോട് യാതൊരു തരത്തിലുള്ള വൈഷമ്യമാകട്ടെ, പ്രതികാരമാകട്ടെ, വേദനയാകട്ടെ തോന്നിക്കാതെയില്ല അമ്മ. അതുകൊണ്ടാണ് അമ്മ വൃദ്ധാശ്രമത്തിലായിട്ട് കൂടി അമ്മ ഒരു കത്തെഴുതിയത് തന്റെ മകന്, മോനെ നിനക്ക് സുഖമാണോ? അപ്പൊ മയ്യാക്കിയായി മയ്യാക്കിയായി വൃദ്ധാശ്രമത്തെ ചിട്ടി കൈസാഹോ ബേട്ട. എവിടെ നിന്നാണ് അമ്മയ്ക്ക് കത്ത് കിട്ടിയെന്ന് ചോദ്യം ചോദിച്ചാൽ അമ്മ കത്ത് അയച്ചത് എവിടെ നിന്നാണ്? മകന് കിട്ടിയത് എവിടെ നിന്ന്? ആരാണ് കത്തയച്ചത്? മയ്യ. എവിടെ നിന്നാണ് കത്തയച്ചത്? വൃദ്ധാശ്രമത്തിൽ നിന്ന്. ആർക്കാണ് കത്തയച്ചത്? അപ്പനെ ബേട്ടേക്കോ, അപ്പനെ ബേട്ടേക്കോ. ചോദ്യങ്ങൾക്ക് തക്ക ഉത്തരവുമായി. ഇനി നമ്മൾ നോക്കിയത് ഒരിക്കൽ കൂടെ പറയുന്നു. അമ്മയുടെ മഹിമ, അമ്മയുടെ മഹത്വം, അതിരില്ലാത്ത സ്നേഹവും അളവറ്റ വാത്സല്യവും പ്രകടിപ്പിക്കുന്നതാണ് അമ്മ. നമ്മുടെയൊക്കെ ആദ്യ ഗുരുനാഥയാണ് അമ്മ. അമ്മയെ ആരാണോ ആ കൃത്രിമതയില്ലാതെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഈ ലോകത്തുള്ള സകല ജനങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാവൂ. അതാണ് ഈ പാഠഭാഗത്തിന്റെ ഉള്ളടക്കം. ഇനി നമുക്ക് നോക്കാം. ഹം ഭായിയോം കെ ബീച്ച് പുൽബനീതിമാ. കവി പറയുന്നു ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ രണ്ട് സഹോദരങ്ങള്, ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾക്കിടയില് പുൽബനീതിമാ, ഒരു പുല്ലായിരുന്നു, ഒരു പാലമായിരുന്നു അമ്മ. അമ്മ ഒരു കാലഘട്ടത്തില് ഞങ്ങൾക്ക് ഒരു പാലമായിരുന്നു. ജിസ്മേൻ ആയേത് ദൗഡത്തീരത്തീരി ബേധടക്ക് ജിസ്മേൻ, അതിലൂടെ ആയേത് വരും ദിവസങ്ങളിലും പോയ ദിവസങ്ങളിലും ഒക്കെ ദൗഡത്തീരത്തീരി ഓടിക്കൊണ്ടിരുന്നു. എങ്ങനെ? ബേധടക്ക്, യാതൊരു തടസ്സവും കൂടാതെ. ബേധടക്ക് അർത്ഥം തടസ്സം കൂടാതെ, ഒരു തടസ്സവുമില്ലാതെ, ഒരു തടസ്സവും കൂടാതെ ദൗഡത്തീരി ഓടിക്കൊണ്ടിരുന്നു. ഏതുപോലെ? ബിനാ കിസി ഹരിലാൽ ബത്തീക്കെ, ബിനാ കിസി ഹരിലാൽ ബത്തീക്കെ, യാതൊരു തരത്തിലുള്ള പച്ച ലൈറ്റോ ചുവപ്പ് ലൈറ്റോ ഇല്ലാതെ. ഇവിടെ കവി ഉദാഹരണം പറയുന്നു. ഒരു ട്രെയിൻ പോകണമെങ്കിൽ, ഒരു ട്രെയിൻ നിൽക്കണമെങ്കിൽ, ട്രെയിനിന്റെ യാത്ര പുറപ്പെടാൻ ഹരിബത്തി വേണം, പച്ച ലൈറ്റ് വേണം. പണ്ട് നിൽക്കാൻ ചുവന്ന ലൈറ്റ് വേണം. ഇതൊന്നുമില്ലാതെ, ഒരു തടസ്സവും കൂടാതെ അമ്മയാകുന്ന തീവണ്ടി നിരന്തരം ഒരു തടസ്സവും കൂടാതെ, ഒരു മാർഗവും കൂടാതെ അമ്മ എന്ത് ചെയ്യുന്നു? ഓടിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനെങ്ങനെ? ഹംലോകോങ്കി ചുക്ക് ചക്ക്, ഞങ്ങളെ തലോടിക്കൊണ്ട്, ഞങ്ങളെ തടവിക്കൊണ്ട്, ഞങ്ങളെ ലാളിച്ചുകൊണ്ട്, ഞങ്ങളെ ഓമനിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്രെയിൻ നിരന്തരം ഓടില്ല. ചില സ്റ്റേഷനിലൊക്കെ ട്രെയിന് നിൽക്കേണ്ടി വരുന്നു. നിൽക്കുമ്പോ
ലാൽച്ചട്ടി കാണിക്കണം, ചുവന്ന കൊടി കാണിക്കണം, പോകാൻ വേണ്ടി പച്ചക്കൊടിയും കാട്ടണം. അമ്മയാകുന്ന ട്രെയിനിന് യാതൊരു കൊടിയടയാളങ്ങളും വേണ്ട. അമ്മ ഇങ്ങനെ നിരന്തരം ഒരു തടസ്സവും കൂടാതെ ഇടതടവില്ലാതെ അമ്മ ഓടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഉൽബനീതിമാം എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. കവി അമ്മയെ കുറിച്ച് പറയുന്നത് മയ്യാക്കിയായി വൃദ്ധാശ്രമത്തെ ചിട്ടി കൈസേ പോകേട്ട. വൃദ്ധാശ്രമത്തിലാണെങ്കിൽ കൂടി അമ്മ തന്റെ മക്കളോട് വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവന്നാക്കിയ മക്കളോട് അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള പരാതിയില്ല, പരിഭവമില്ല. അമ്മ നിരന്തരം വൃദ്ധാശ്രമത്തിലാണെങ്കിൽ കൂടി മക്കളുടെ ക്ഷേമാന്വേഷണം അന്വേഷിച്ചുകൊണ്ട് കത്തെഴുതി. അതുകൊണ്ടാണ് അമ്മയുടെ മഹിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതിരുകളില്ലാത്ത സ്നേഹവും വാത്സല്യവും നമുക്ക് ലഭിക്കുന്നത്, ഒരിക്കൽ കൂടെ പറഞ്ഞാൽ അതിരുകളില്ലാത്ത സ്നേഹവും വാത്സല്യവും നമുക്ക് ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. നമ്മുടെ ആദ്യ ഗുരുവായ അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷമാകട്ടെ, ഒരു തരത്തിലുള്ള വേദനയാകട്ടെ മക്കളോട് തോന്നുന്നില്ല. കാരണം വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് കൂടി അമ്മ ആദ്യം കത്തെഴുതിയത് തന്റെ മക്കൾക്കാണ്. അതുകൊണ്ടാണ് മയ്യാക്കിയായി വന്നു അമ്മതൻ എന്തോന്ന് ചിട്ടി കത്ത്. എവിടെ നിന്ന്? വൃദ്ധാശ്രമത്തെ. എന്തായിരുന്നു ചോദ്യം? കൈസാഗോ ബേട്ട, കൈസാഗോ ബേട്ട. അതുകൊണ്ടാണ് കവി വീണ്ടും പറയുന്നത്, ഹം ഭായിയോങ്കെ ബീച്ച്, ഞങ്ങള് സഹോദരങ്ങൾക്കിടയില് പുൽബനീതിമാം, ഒരുതരം പാലമായിരുന്നു. പുൽബനീതിമാം ജിസ്മേ ദൗഡിത്തീരകത്തീരി ബേഖടക്ക്, യാതൊരു തടസ്സവും കൂടാതെ ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്, ഹരി പച്ച, ലാൽ ചുവപ്പ്, ബത്തി വിളക്ക്, വിളക്ക് ബത്തി വിളക്ക്. നമ്മളൊക്കെ ലാൽ എന്ന് പറയും, റാന്തൽ വിളക്ക്. റെയിൽവേ സ്റ്റേഷനിൽ കാണും റാന്തൽ വിളക്ക്. ആ റാന്തൽ വിളക്ക് ഇല്ലാതെ, നിറത്തില്ലാതെ, സ്റ്റോപ്പില്ലാതെ, ഒരു തടസ്സവും കൂടാതെ, ബേധടക്ക് തടസ്സവും കൂടാതെ നിരന്തരം ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിൻ പോലെയാണ് ഞങ്ങളുടെ അമ്മ. ആ അമ്മയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വൃദ്ധാശ്രമമേ രഹത്തി മാങ്കി ചിട്ടി പുത്രക്കോമിനി, വൃദ്ധാശ്രമത്തില് താമസിക്കുന്ന ഇപ്പൊ വൃദ്ധാശ്രമത്തിലാണ് അമ്മ. ആ അമ്മയുടെ കത്ത് പുത്രൻ ലഭിച്ചു. പുത്രക്കോമിനി ഉസ്മേൻ മാമനെ പൂച്ച. അതിനകത്ത് അമ്മ ചോദിക്കുകയാണ്, മാമനെ പൂച്ച. അമ്മ ചോദിക്കുന്നു, കൈസാഹോ ബേട്ട, മോനെ കൈസാഹോ ബേട്ട. അപ്പൊ ഏക്കരൻ വൃദ്ധാശ്രമയും രഹത്തി മാങ്കി ചിട്ടി പുത്രക്കോ മിലി. വൃദ്ധാശ്രമത്തില് തങ്ങുന്ന പുത്രൻ, അമ്മ തന്റെ പുത്രനൊരു കത്തെഴുതി. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതിനകത്ത് കുറിച്ചു വെച്ചിട്ടുണ്ട്, കൈസാഹോ ബേട്ട अपने परिवार से दूर वृद्धाश्रम में रहने पर भी मां का मन हमेशा अपने पुत्र के साथ गए. ഒരു വളരെ ദൂരെ വൃദ്ധാശ്രമത്തിലാണ് തങ്ങുന്നതെങ്കിൽ കൂടി, താമസിക്കുന്നതെങ്കിൽ കൂടി ഇപ്പോഴും തന്റെ മക്കളെ കുറിച്ചുള്ള ചിന്തയാണ്, വേവലാതിയാണ് അമ്മയുടെ മനസ്സിനകത്തുള്ളത്. അതുകൊണ്ടാണ് കവി നേരത്തെ പറഞ്ഞത്, ആരാണ് അമ്മ? അമ്മയെന്ന് പറഞ്ഞത് അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമാണ്. നമ്മുടെ ആദ്യ ഗുരുനാഥപുരയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മ വൃദ്ധാശ്രമയും രഹത്തി മാങ്കി ചിട്ടി പുത്രക്കോമിനി. അബ്ബ മാ വൃദ്ധാശ്രമി രഹത്തിയെ, വൃദ്ധാശ്രമത്തിലാണ് അമ്മ താമസിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അമ്മ തന്റെ പുത്രന് കത്തെഴുതി. എന്താണ്? കൈസേ ഹോ ബേട്ട. ഉസ്മേ माम ने पूछा कैसे हो बेटा, अपने परिवार से, तന്റെ കുടുംബത്തിൽ നിന്ന്, अपने परिवार അർത്ഥം കുടുംബം. നേരത്തെ നമ്മൾ നോക്കി, പരിവാർ കുടുംബത്തെ യാതൊരു തടസ്സവും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്ന ഒരു പാലമാണ് അമ്മ. അതുകൊണ്ടാണ് കവിതയുടെ പേരിട്ടത് പുൽ ബനീതിമാം. അങ്ങനെ अपने परिवार से दूर वृद्धाश्रम में रहने पर भी मां का मन हमेशा अपने पुत्र के साथ गए. अपने पुत्र की खुशी वे चाहती गए. അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് अपने पुत्र की खुशी, അമ്മയുടെ സന്തോഷം,
അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്താനങ്ങളുടെ സന്തോഷമാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ നോക്കിയത്, അമ്മതൻ സ്നേഹം അത് അളവറ്റതാണ്, അതിരുകളില്ലാത്തതാണ്. ആദ്യ ഗുരുനാഥയായ അമ്മയ്ക്ക് തന്റെ സന്താനങ്ങളോട് അളവറ്റ ഖുഷി സന്തോഷം വേച്ചാത്തേക്ക് അപ്പ സമാജമേ വൃത്തോങ്കി ഹാലത്ത് ബഹുത്തു ഗുരീകെ കവി പറയുന്നു. ഇനി നമ്മൾ അടുത്തൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് സമൂഹത്തില് സമാജമേ വൃദ്ധോങ്കി വയസ്സായവരുടെ സ്ഥിതി അവസ്ഥ എങ്ങനെയുള്ളതാണ്? ബഹുത്തു ഗുരീകെ ഹാലത്ത്, ഇന്ന് വയസ്സായവരുടെ ഹാലത്ത് കണ്ടീഷൻ ബഹുത്ത് ഗുരീകെ കർമ്മയുനെ സമ്പാലന സന്താനകീം ചാർത്തെ കണ്ട കർമ്മയും വീട്ടില് അവര് സമ്പാലന അവരെ കൂടെ ഉൾക്കൊള്ളുക, സമ്പാലന ഉൾക്കൊള്ളുക. ഇന്ന് സന്താനകീം ചാർത്തെ മക്കൾ ആഗ്രഹിക്കുന്നില്ല. ബൂട്ടേ മാം ബാപ്പ് ഉൻകെ ലിയേ ദായിത്വകെ, ബൂട്ടേ മാം ബാപ്പ് അവരെ സംബന്ധിച്ച് ഇന്നൊരു വയ്യാവേലിയാണ്, ഒരു ദായിത്വമാണ്, ഒരു ഉത്തരവാദിത്വമാണ്. ഇസ്ലിയേ വേ മാം ബാപ്പുക്കോ വൃദ്ധാശ്രമമേ ഭേജിത്തേക്ക്, അതുകൊണ്ടാണ് പുത്രന്മാര് അവരുടെ രക്ഷിതാക്കളെ വൃദ്ധാശ്രമത്തിൽ കൊണ്ട് ആക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തില് മക്കളുടെ ക്ഷേമവും മക്കളുടെ ഐശ്വര്യവും മക്കളുടെ സുഖവും മാത്രം ചിന്തിച്ച അമ്മ അബ്ബ ഇപ്പോൾ വൃദ്ധാശ്രമമേഖ സമാന ഇന്നത്തെ കാലഘട്ടം ബദൽ ഗയികെ. अपने संतानों को वृद्ध माता पिताओं को व्यवहार अच्छा नहीं लगता, इसलिए അതുകൊണ്ട് വൃദ്ധാശ്രമമേ ഉനെ ഭേജത്തെ. അവിടെയാണെങ്കിൽ കൂടി അമ്മയുടെ മനസ്സിനകത്ത് അവരവരുടെ സന്താനങ്ങളെ കുറിച്ച് അളവില്ലാത്ത അതിരറ്റ സ്നേഹവാത്സല്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അമ്മ വീണ്ടും പറഞ്ഞത്, അയ്യാക്കിയായി വൃദ്ധാശ്രമ